നോക്കി ഇറക്ക്. എടാ അതെടുത്ത് അവിടെ കൊണ്ട് വെക്കേ. വേറൊരു റൂമിൽ നീ പെയിന്റ് അടിച്ചിട്ടേ ഇല്ല, അതുകൊണ്ട് തരുന്നതും വാങ്ങിച്ചോണ്ട് പോവാൻ നോക്ക്. ഈ പണി ഏറ്റെടുത്ത എന്നെ വേണോ ആദ്യം ചെരിപ്പുണ്ട്. ആരെ നോക്കിയാടാ അവൻ ചെരിപ്പൂരി അടിക്കുമെന്ന് പറഞ്ഞു? 7 മണിക്ക് തന്നെ ജോലിക്കാരെല്ലാം വന്നതാ. നിന്നെ നോക്കിയാണോ പറഞ്ഞേ? അവന്റെ തല അടിച്ചു പൊട്ടിച്ചേക്കടാ. ഇവനെന്താ നമ്മുടെ വീട് വിലക്ക് വാങ്ങാൻ വന്നാണോ? ചെയ്യുന്ന ജോലിക്ക് കൂലി കൊടുത്താ പോരെ? ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ? ചേട്ടൻ നമ്മളെ പറ്റി എന്തോ നല്ല വാക്കുകൾ പറഞ്ഞല്ലേ. അവൻ നിന്നെ ചെരിപ്പൂരി അടിക്കുമെന്നാ പറഞ്ഞേ. അമ്മച്ചി, അവര് പെയിന്റ് അടിച്ചത് ഞാൻ കണ്ടു. അമ്മച്ചി കണ്ടായിരുന്നോ? എനിക്ക് കണ്ടു കാണാതെ ഞാൻ എങ്ങനെ കാണും? അമ്മ ചെരുപ്പ് കൊണ്ട് അടിക്കണമെന്ന് പറഞ്ഞ് എന്നെ ജോലി ചെയ്ത കാശ് തന്നാ ഞാൻ വീട്ടിൽ പോയിക്കോളാം. ഇവൻ ഇങ്ങനെ ചീപ്പായി സംസാരിക്കുമ്പോൾ നിങ്ങൾ അവനെ പ്രോത്സാഹിപ്പിക്കുകയാണോ? ഒരു റൂം ഒഴിച്ച് ബാക്കി മുഴുവൻ ഞാൻ പെയിന്റ് അടിച്ചു കഴിഞ്ഞു. അതിന്റെ കാശാ ഞാൻ പോയിക്കോളാം. എടാ മണി, ഒരു 500 രൂപ എടുത്ത് അവന്റെ മോന്തക്കേറി. വട്ടാണോ ഇത്രയും കൂടുതൽ കാശ് കൊടുക്കാൻ പറയുന്നത്? എന്തിനാ? എന്താ തലയ്ക്ക് വല്ല കുഴപ്പം പറ്റിയോ? അത്രയൊന്നും കൊടുക്കാൻ പറ്റില്ല. ഒരു 5000 രൂപ അങ്ങോട്ട് തരും. 5000 രൂപയോ? കൊടുക്കാതെടാ. കാതിലെ കുന്ത്രാണ്ട് എടുത്ത് വെക്കടാ. 5000 രൂപ കൊടുക്കാതെടാ. ഞാനൊന്നും കേട്ടില്ല. അമ്മച്ചി, എപ്പോ നമ്മൾ വഴക്കിട്ടാലും എതിരാളികൾ പറഞ്ഞ ചീത്ത കേട്ടാൽ നമ്മുടെ മാനം പോകും. അതുകൊണ്ട് ഈ കുന്ത്രാണ്ട ഊരി വിട്ട അവന്മാർ എങ്ങനെ ഓടുന്ന നോക്കി. വേഗം വണ്ടി എടുത്തോടാ. 100 കിലോമീറ്റർ. മണ്ട, ഞാൻ അവന് 500 രൂപ കൊടുക്കാൻ പറഞ്ഞപ്പോ നീ 5000 രൂപ അവന് കൊടുത്തോ? 500 രൂപ എന്നാണോ പറഞ്ഞേ? 50,000 കൊടുക്കാൻ പറഞ്ഞാ ഞാൻ ഓർത്തത്. കണ്ണ് കാണാത്ത ഞാൻ കാത് കേൾക്കാത്ത നിന്നെ കൊണ്ടു നടക്കുന്നതിന് എന്നെ വേണം തല്ലേ. ഈ കണക്കിന് പോയാ ഞാൻ അത് കണ്ണ് കാണുന്ന നീ അല്ലേ നോക്കേണ്ടത്? ഞാൻ എങ്ങനെ നോക്കും? നാണം കെട്ടവനെ. കണ്ണ് കാണാൻ മേലെങ്കിലും കറക്റ്റായിട്ട് ദേഹത്ത് തന്നെ തുപ്പും. ഇതാര്? മുഖത്തിന് ഒരു സൈഡേ ഉള്ളോ? അയ്യോ, ഇത് നമ്മുടെ യമുന. തള്ള ഉണ്ടാക്കുന്ന ശല്യത്തിന് എണ്ണം കൂട്ടാൻ വന്നിരിക്കുകയാണോ? നല്ല മര്യാദ. ഇവിടെ പ്രശ്നം എന്താ? വർഷത്തിൽ ഒരിക്കലാ ഈ വീടിന് പെയിന്റ് അടിക്കുന്നത്. വർഷം മുഴുവൻ പെയിന്റ് അടിക്കുന്ന കാര്യം നിന്റെ മുത്തശ്ശി പറയുന്നത്. അവിടെ അടി ഇവിടെ അടി എന്ന് പറഞ്ഞ ശല്യം ഉണ്ടാക്കുമ്പോ എല്ലാവരും കൂടെ ഇട്ടേച്ച് പോകും. ഇനി ഒരു റൂം ബാക്കിയുണ്ട്. അത് ഞാൻ പെയിന്റ് അടിക്കട്ടെ? നീ ആർട്ടിസ്റ്റാ? ചുവറിന് ചുണ്ണാൻ പഠിക്കാൻ പിന്നെ പിക്കാസോയെ കൂട്ടിക്കൊണ്ട്. ആരായി പിക്കാസ്? പിടിക്ക്. മുത്തശ്ശിയോട് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പെയിന്റർ പാവാട മുരുകനേക്കാൾ വലിയ ആളാണോ അവൻ? തള്ളയുടെ മുതലടിച്ച് മാറ്റാൻ വേറെ വല്ല വഴിയും നോക്കാം. നാലര വർഷം കഴിഞ്ഞ് വന്നിട്ട് ഒരു കണ്ണാടി മാത്രമേ കൊണ്ടുവന്നുള്ളൂ. എത്ര നാളായി ഈ വീട്ടിൽ വന്നിട്ട്? എടി മോളെ, നിന്നെ കണ്ടിട്ട് എത്ര നാളായി. ഇത്രയും നാള് നീ മാത്രമേ ഉള്ളൂ എന്നാ തള്ള പറഞ്ഞോണ്ടിരുന്നെ. ഇപ്പൊ നീ വന്നപ്പോ പോലെ എന്നെ അങ്ങ് മറന്നുപോയോ? ഡെയിലി എരുമയുടെ പുറത്തുന്ന പോലെ തേച്ച് കഴിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എടാ ഗുണ്ടേ, കൊഴുക്കട്ടയിൽ നിനക്ക് ഞാൻ ബോംബ് വെച്ച് തരും. പോടാ, പോയി വല്ലതും ഉണ്ടാക്കാൻ നോക്ക്. വെച്ചത് മുഴുവൻ തിന്നു ഞാൻ. നീ തിന്നോ? മുത്തശ്ശി ഇപ്പോഴും എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടോ? ചുട്ടയിലെ ശീലം ചുടല വരെ. നിങ്ങളെ ചുടുകാട്ടി കൊണ്ടുപോകാൻ ഞാൻ നോക്കിയിരിക്കല്ലേ. ഡെയിലി ചുടല കത്തിക്കുന്നവൻ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട്, ബലിയിടാൻ എത്ര കാലമായിട്ട് വെയിറ്റിംഗ്. നീ വിഷമിക്കണ്ട. അത് ശരി. ഇപ്പൊ നിന്റെ അച്ഛൻ വിടാൻ എന്താ കാര്യം? അച്ഛൻ എന്നെ വിട്ടതൊന്നുമല്ല, ഞാനിങ്ങ് ഓടിപ്പോകുന്നത്. വൈ എനി പ്രോബ്ലം? അതൊരു വലിയ ഫ്ലാഷ് ബാക്കാ. അത് പോട്ടെ, ഇപ്പൊ എനിക്ക് വിശന്ന് വയ്യ. ഈ കൈ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിത്താ. 10 മിനിറ്റ്. ശരി, വാ.